Hi students, welcome to next class of corporate regulations. സെമിനാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞത്. ഇനി പുതിയ ടോപ്പിക്സുകളാണ്. അതിൽ വരുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ്. കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 46-ലാണ് ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഇനി പറയാനുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർ, അതേപോലെ ഷെയർ വാറണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രാക്ടിക്കൽ ട്രാൻസാക്ഷനിൽ റെലവെന്റ് അല്ല. ഇപ്പോൾ ഷെയറിന്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഡിജിറ്റൽ ഫോമിൽ, ഇലക്ട്രോണിക് ഫോമിലാണ്, ഡീമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുകയും വേണം. അതേപോലെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഷെയർ അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ, ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ഒന്നും പ്രാക്ടിക്കൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. ഷെയറിന്റെ എമൗണ്ട് ഒറ്റ ടേം ആയിട്ടാണ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഷെയർ സർട്ടിഫിക്കറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഷെയർ ഹോൾഡർക്ക് അല്ലെങ്കിൽ മെമ്പർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റിൽ ആ രജിസ്റ്റേർഡ് ഹോൾഡർ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് ഏത് ടൈപ്പ്, ഏത് ക്ലാസ്സിൽ വരുന്ന ഷെയർസ് ആണ്, അയാളിന് എത്ര എമൗണ്ട് പേ ചെയ്യാനുണ്ട്, എത്ര പേ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ്. As per section 46 clause 1 of Indian Companies Act, a certificate issued under the common seal of the company specifying the shares held by any person shall be prima facie evidence of the title of the person to such shares. Prima facie evidence എന്ന് പറഞ്ഞാൽ മെയിൻ എവിഡൻസ്, ഇയാൾ ഇതിന്റെ ഓണർ ആണ് എന്നുള്ളതിന്റെ മെയിൻ എവിഡൻസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർ. ഒന്നുമില്ല, നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിസിക്കൽ ഫോമിലുള്ള ഒരു സാധനമല്ല. കമ്പനിയിൽ നമുക്കുള്ള ഷെയർ എന്ന് പറഞ്ഞാൽ അത് ഇൻടാഞ്ചിബിൾ ആണ്. അപ്പൊ അതിനുള്ളൊരു എവിഡൻസ്, നമ്മളൊരു കമ്പനിന്റെ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന വീടിന്റെ കേസിൽ ആധാരം പോലെ, ബിൽഡിങ്ങിനും ലാൻഡിനൊക്കെ നമ്മൾ ആധാരം പറയാറില്ലേ, അതേപോലെ ഷെയറിന്റെ ഓണർഷിപ്പ് കാണിക്കുന്ന ഡോക്യുമെന്റിനെ, പ്രൈമറി ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. It must bear the common seal of the company, then must be stamped. അതേപോലെ ഇറ്റ് ഷുഡ് സ്റ്റേറ്റ് ദി നെയിം ആസ് വെൽ ആസ് ഒക്കുപേഷൻ ഓഫ് ദ ഹോൾഡർ. അതേപോലെ ഇയാൾ എത്ര ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതേപോലെ എത്ര എമൗണ്ടിന് പേ ചെയ്യാനുണ്ട്, ഈ കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ടും ഷെയർ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ ഒരു കമ്പനി ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 monthsനുള്ളിൽ, അലോട്ട്മെന്റിന് ശേഷം വരുന്ന 2 മാസത്തിനുള്ളിൽ ഷെയർ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് ഷെയർ ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ഇനി ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഈ ട്രാൻസ്ഫർ കമ്പനി ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ കമ്പനി അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ഒരു 1 monthനുള്ളിൽ പുതിയ ഷെയർ സർട്ടിഫിക്കറ്റ്, അതായത് പുതിയ ഹോൾഡറുടെ പേരിലുള്ള, പുതിയ ഷെയർ ഹോൾഡറുടെ പേരിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫറിന്റെ സമയത്താണെങ്കിലും ഫ്രഷ് ഇഷ്യൂന്റെ സമയത്താണെങ്കിലും ഈ ഷെയർ സർട്ടിഫിക്കറ്റ് ഹോൾഡർക്ക് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ ബൈ പോസ്റ്റിൽ കൊടുക്കാം, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് കൊടുക്കാം, സ്പീഡ് പോസ്റ്റ് ആയിട്ട് കൊടുക്കാം, അതേപോലെ കൊറിയർ ആയിട്ട് കൊടുക്കാം. എന്താ കൊറിയർ എന്ന് പറഞ്ഞാല്, നമ്മൾ ഏതെങ്കിലും പേഴ്സണിനെയോ ഏജൻസിനെയോ ഈ ഡോക്യുമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ കൊറിയർ സർവീസ് എന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക വേണം. ഇനിയിപ്പോ ഇലക്ട്രോണിക് മോഡിലായതുകൊണ്ട് തന്നെ ഇതിനത്ര റെലവൻസ് ഇല്ല. ഡെപ്പോസിറ്ററി സിസ്റ്റത്തിലാണ് ഈ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഡിജിറ്റലൈസ് ആയിട്ടാണ് വരുന്നത്. ഒന്നുമില്ല, നമ്മൾ ഒരാൾ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നു, ഇയാളാണ് ഓണർ എന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു മെയിൻ ഡോക്യുമെന്റ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ്. ദെൻ ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, മുമ്പത്തെ കാലത്തൊക്കെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണിത്. കാരണം ഇയാളെ കയ്യിൽ ഷെയർ ഇയാൾ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു എവിഡൻസും വേറെ ഇല്ല. പക്ഷെ ഇന്ന് ഡിജിറ്റൽ ഫോമിലായതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഡിജിറ്റലി സേവ്ഡ് ആണ്. അതുകൊണ്ട് ആ ഒരു ഡോക്യുമെന്റിന്റെ ആവശ്യമില്ല. ഡെപ്പോസിറ്ററിന്റെ കയ്യിൽ നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ സേവ് ആയിട്ടുണ്ടാവും. ആരാണ് ഹോൾഡർ, ആരാണ് മെമ്പർ, ഇയാൾ എത്ര ഷെയർ ഉണ്ട്, എത്ര എമൗണ്ട് പേ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോർഡ് ആണ്. പക്ഷെ മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഡിജിറ്റലൊക്കെ വരുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഡോക്യുമെന്റ് ആയിരുന്നു ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. മസ്റ്റ് ആയിട്ട് ഇയാൾ നല്ല സേഫ് കസ്റ്റഡിയിൽ ഇത് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനും കമ്പനിക്ക് ബൈബാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് അത്യാവശ്യമായിട്ട് വരുന്നതാണ്. കാരണം ഷെയർ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതിന് നമ്മുടെ കയ്യിലുള്ള ഒരു ഡോക്യുമെന്റ് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു.
ദെൻ ഇയാളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ എന്തെങ്കിലും കേസിൽ ഇത് ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ കമ്പനി പുതിയൊരു ഷെയർ സർട്ടിഫിക്കറ്റ് ഇയാൾക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയോ ബോർഡോ ഓതറൈസ് ചെയ്യാതെ ഒരിക്കലും ഒരു പുതിയ സർട്ടിഫിക്കറ്റ് ഇയാൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ആർക്കെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ് കമ്പനി ഉണ്ടാക്കുക അല്ലെങ്കിൽ പേഴ്സൺസ് ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കമ്പനിക്ക് മസ്റ്റ് ആയിട്ടും കമ്പനി ഇപ്പോൾ വേറൊരാളെ പേരിൽ ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സിന്റെ പേരിലൊക്കെ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കമ്പനിക്ക് ആ ഫേസ് വാല്യൂന്റെ മിനിമം 5 ടൈംസ് 5 ഇരട്ടി വരെ ഫൈനും, അത് നമുക്ക് 10 ടൈംസ് വരെ കോർട്ടിന് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. മിനിമം ആണ് 5 ഇരട്ടി, അത് 10 ഇരട്ടി വരെ ആവാം. അത്ര വരെ ഫൈൻ, അല്ലെങ്കിൽ 10 crore ഇതിൽ ഏതാണോ ഹയർ എമൗണ്ട് അത്ര വരെ ഫൈന് ചാർജ് ചെയ്യാനുള്ള റൈറ്റ് കോർട്ടിനുണ്ട്. അതേപോലെ ആരാണോ ഈ ഒരു കാര്യത്തിന് ലയബിൾ ആയിട്ടുള്ളത്, ഏത് പേഴ്സൺ ആണ് ഈ ഒരു ക്രൈം ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അയാൾക്ക് സെക്ഷൻ 447 പറയുന്ന പണിഷ്മെന്റിന് അയാളും ലയബിൾ ആയിരിക്കും. അതായത് അത്രക്കും ഈ ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ഒന്നും കമ്പനി ഉണ്ടാക്കാൻ പാടില്ല, ഇല്ലാത്ത ഷെയർ ഹോൾഡർ പേരിലൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയും അതേപോലെ ചെയ്യുന്ന പേഴ്സണും രണ്ടാളും അതിന് ലയബിൾ ആയിട്ട് വരും. ഷെയർ സർട്ടിഫിക്കറ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ്, ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന അതിൽ വരേണ്ട കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ പേര്, അതേപോലെ അയാൾ എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എത്ര എമൗണ്ട്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്. ഷെയർ സർട്ടിഫിക്കറ്റിന് ഒരു കറക്റ്റ് ഫോമോ കാര്യങ്ങളോ കണ്ടന്റ്സോ ഒന്നും കമ്പനീസ് ആക്ടിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. പക്ഷെ സെക്ഷൻ 46 കുറച്ച് കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ ബേസിൽ ഒരു ഫോം ആയിട്ട് പറയുകയാണെങ്കിൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി മസ്റ്റ് ആയിട്ട് വേണം. അത് കമ്പനിന്റെ എല്ലാ ഡോക്യുമെന്റ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്, കമ്പനിന്റെ പേരും അഡ്രസ്സും. പിന്നെ സീരിയൽ നമ്പർ ഓഫ് ദ ഷെയർ സർട്ടിഫിക്കറ്റ്, അതായത് എത്ര ഹോൾഡേഴ്സ് ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സീരിയൽ നമ്പർ, എത്രാമത്തെ ഷെയർ സർട്ടിഫിക്കറ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്നാണ് ഇഷ്യൂ ചെയ്തത്, ദെൻ ആർക്കാണ് ഇഷ്യൂ ചെയ്തത്, അയാൾ ഏത് ക്ലാസ് ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ദെൻ ഈ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് എത്ര ഷെയർസിനെ പറ്റിയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്, അതിന്റെ ഫേസ് വാല്യൂ എത്രയാണ്, എത്ര എമൗണ്ട് ആണ് അയാൾ പേ ചെയ്യാനുള്ളത്, പിന്നെ കമ്പനിന്റെ സീല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മസ്റ്റ് ആയിട്ടും വെക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കമ്പനിന്റെ മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓതറൈസ് ചെയ്തിട്ടുള്ള മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും ഇതിൽ മസ്റ്റ് ആയിട്ടും സൈൻ ചെയ്തിരിക്കണം. അതിനു പുറമെ സെക്രട്ടറി അത് അപ്രൂവ് ചെയ്യുകയും വേണം, കമ്പനി സെക്രട്ടറി. ഇത്രയും കാര്യങ്ങളാണ് ഷെയർ സർട്ടിഫിക്കറ്റിന്റെ കേസിൽ പറയാനുള്ളത്. ഒന്നുമില്ല, കമ്പനി ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. ആരാണ് ഹോൾഡ് ചെയ്യുന്നത്, അയാൾ എത്ര ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ എത്രയാണ് അതിന്റെ വാല്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. അടുത്തത് ഷെയർ വാറണ്ട്. ഷെയർ വാറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ഡോക്യുമെന്റ് തന്നെയാണ്. പക്ഷെ ഷെയർ സർട്ടിഫിക്കറ്റ് പോലെ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് അല്ല ഷെയർ വാറണ്ട്. കമ്പനീസ് ആക്ട് 2013 ഷെയർ വാറന്റിനെ പറ്റി വല്ലാതെ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 1956 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഷെയർ വാറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് അണ്ടർ ദി കോമൺ സീൽ ഓഫ് ദ കമ്പനി സ്റ്റേറ്റിംഗ് ദാറ്റ് ദ ബിയറർ ഈസ് എൻടൈറ്റിൽഡ് ടു ദി സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ്. അതായത് ആക്ച്വലി ഇയാള് ഹോൾഡർ അല്ല, കമ്പനീന്റെ മെമ്പർ അല്ല, പക്ഷെ ഇയാള് ഷെയർ വാങ്ങാൻ സാധ്യതയുള്ള ഒരാളാണ്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇയാള് ഹോൾഡർ ആവാം. അങ്ങനെയുള്ള ഒരാൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് ഷെയർ വാറണ്ട്. ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഉണ്ടാവും ഷെയർ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വിൽക്കാൻ, അങ്ങനെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും. അത് ഈസി ആക്കാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഷെയർ വാറണ്ട്. അതായത് ഇയാൾക്ക് നമ്മളൊരു തൽക്കാലത്തേക്ക് ഒരു ഡോക്യുമെന്റ് പോലെ കൊടുക്കുന്നതാണ് ഷെയർ വാറണ്ട്. ഇയാളത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വേറൊരാൾക്ക് വിറ്റിട്ടുണ്ടാവും. അപ്പൊ ഇത് വേറൊരാൾ വരും, അയാളും ചിലപ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വാങ്ങിയിട്ടുള്ള ആളായിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഇത് ആരാണോ റീറ്റെയിൻ ചെയ്യുന്നത്, ആരാണോ ഇത് നിലനിർത്തുന്നത്, അയാളിലേക്ക് എത്തുന്നത് വരെ ഈ പ്രോസസ്സ് തുടരും. അയാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാളെ കയ്യിൽ നിന്ന് ഷെയർ വാറണ്ട് വാങ്ങിയിട്ട് കമ്പനി അയാൾക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് തന്നെ ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന തൽക്കാലത്തേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് ഷെയർ വാറണ്ട്. ഈ ട്രാൻസ്ഫർ എന്നുള്ള പ്രോസസ്സ് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇത്.
അതായത് ബീയിങ് എ ബിയറർ ഡോക്യുമെന്റ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി എന്നുള്ളൊരു പേർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്നുള്ളൊരു പേർപ്പസിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഷെയർ വാറണ്ട്. ഇത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് കമ്പൾസറി അല്ല. ഇത് ജസ്റ്റ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ട് പ്രാക്ടിക്കൽ പേർപ്പസിനുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഷെയർ സർട്ടിഫിക്കറ്റിന്റെ കേസിൽ അത് പാർട്ട്ലി പെയ്ഡപ്പിനും ഫുള്ളി പെയ്ഡപ്പിനും ഇഷ്യൂ ചെയ്യാമായിരുന്നു. പക്ഷെ ഷെയർ വാറണ്ട് ഫുള്ളി പെയ്ഡപ്പ് ഷെയർസിന് കേസിൽ മാത്രമാണ് ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുള്ളൂ. അതേപോലെ കമ്പനിന്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ ഷെയർ വാറണ്ടിനെ പറ്റിയിട്ട് പറയണം. അങ്ങനെയുള്ള കേസിൽ മാത്രം. അതായത് ജസ്റ്റ് നമ്മൾ ബ്രോക്കറൊക്കെ പോലല്ലേ തൽക്കാലത്തേക്ക് ഒരു ഡെലിവറിന്റെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സെയിലിന്റെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഷെയർ വാറണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിന്റെ ആർട്ടിക്കിൾസിൽ അത് മസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ പബ്ലിക് കമ്പനിക്ക് മാത്രമേ ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. പ്രൈവറ്റ് കമ്പനിക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് മാത്രമേ പറ്റുള്ളൂ. ഷെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് എല്ലാ കമ്പനി ഇഷ്യൂ ചെയ്യണം. കാരണം അവരെ ഷെയർ ഹോൾഡർക്ക് കൊടുത്തിട്ടുള്ളതിന്റെ ഒരു ഡോക്യുമെന്റ് ആണത്. അതേസമയത്ത് ഷെയർ വാറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഹോൾഡർക്കല്ല നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇയാൾ ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ ഹോൾഡർ ആവാം, അല്ലെങ്കിൽ ഇയാളത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പുതിയൊരു ഹോൾഡർ വരാം. ഫ്യൂച്ചറിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഹോൾഡറിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്ത് വെക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഷെയർ വാറണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിവിഡന്റ് കൂപ്പൺ എന്നുള്ളത് ഷെയർ വാറന്റിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കും. അത് ആർക്കായിരിക്കും ആ ഡിവിഡന്റ് കിട്ടുക എന്നുള്ളത് കമ്പനിക്ക് അറിയില്ല. ഡിവിഡന്റ് ഡ്യൂ ആവുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ അതുള്ളത് അയാളുടെ പേരിലേക്കാണ് ഡിവിഡന്റ് വരിക. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ അത്രയും ടൈമില് ഡിവിഡന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ്. അതേസമയത്ത് ഷെയർ വാറണ്ട് എന്നുള്ളത് ഫ്യൂച്ചറിൽ ഓണർ ആവാൻ സാധ്യതയുള്ള ഹോൾഡർ ആവാൻ സാധ്യതയുള്ള ആൾക്കാണ് നമ്മൾ ഷെയർ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഷെയർ സർട്ടിഫിക്കറ്റ് പബ്ലിക് കമ്പനിന്റെയും പ്രൈവറ്റ് കമ്പനിന്റെയും കേസിൽ പോസിബിൾ ആണ്. ഷെയർ വാറണ്ട് എന്നുള്ളത് പബ്ലിക് കമ്പനിക്ക് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഒരു ഒറിജിനൽ ഡോക്യുമെന്റ് ആണ്. ഒറിജിനൽ ഹോൾഡറിന്റെ പേരിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഷെയർ വാറണ്ട് എന്നുള്ളത് ജസ്റ്റ് കൺവേർട്ടിംഗ് എന്നുള്ള പേർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള പേർപ്പസിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഷെയർ വാറണ്ട്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഫുള്ളി പെയ്ഡപ്പിനും പാർട്ട്ലി പെയ്ഡപ്പിനും പോസിബിൾ ആണ്. അതേസമയത്ത് ഷെയർ വാറണ്ടി ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ്. ഇത്രയും കാര്യങ്ങൾ. അതേപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ആവശ്യമാണ് ഷെയർ വാറണ്ടിന്. അതൊന്നും ഷെയർ സർട്ടിഫിക്കറ്റിന്റെ കേസിൽ കമ്പൾസറി അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഷെയർ സർട്ടിഫിക്കറ്റിന് കമ്പാരിറ്റീവ്ലി സ്റ്റാമ്പ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഷെയർ വാറണ്ടിന് ഹെവി സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ വരും. ദെൻ ഷെയർ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. അതേസമയത്ത് ഷെയർ വാറണ്ട് എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതൊക്കെയാണ് തമ്മിൽ മേജറായിട്ട് വരുന്ന ഡിഫറൻസ്. ഈ രണ്ട് കൺസെപ്റ്റും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. പേര് തന്നെ ക്ലിയർ ആയിരിക്കും. കമ്പനിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പനിക്ക് എന്താണ് ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടാവും, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, കോമൺ സീല്, പെർപെച്വൽ സക്സഷൻ. അതേപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അതായത് ഈസി ആയിട്ട് കമ്പനിക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. പാർട്ണർഷിപ്പ് ഫോം ഒന്നും പോലെയല്ല. അതിന് കമ്പനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. എസ്പെഷ്യലി പബ്ലിക് ലിമിറ്റഡ് കമ്പനിന്റെ കേസിൽ. കമ്പനി സെക്ഷൻ 44 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഒന്നുമില്ല. The share or other interest of any member in a company are movable property and so transferable. അതായത് കമ്പനിന്റെ ഷെയർ നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ ഹ്യൂജ് റെസ്ട്രിക്ഷൻസും അതേപോലെ പ്രൊസീജിയേഴ്സും ഉണ്ട്. പബ്ലിക്കിന് പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിലും അതൊന്നും കൂടെ ഈസിയാണ്. പബ്ലിക് കമ്പനിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഈസി ട്രാൻസ്ഫറബിൾ അല്ലെ സിമ്പിൾ ട്രാൻസ്ഫറബിൾ ഓഫ് ഷെയർസ് ആണ്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സേ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ കേസിൽ വരുന്നുള്ളൂ. എന്തൊക്കെയാണ് മെയിൻ പ്രൊവിഷൻസ് എന്നത് നോക്കാം.
ഒന്ന് ഇൻസ്ട്രുമെന്റ് ഓഫ് ട്രാൻസ്ഫർ ആണ്. അതായത് എ കമ്പനി ഷാൽ നോട്ട് രജിസ്റ്റർ എ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അൺലെസ് എ പ്രോപ്പർ ഇൻസ്ട്രുമെന്റ്. ഒരു പ്രോപ്പർ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്യാതെ കമ്പനിക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള, അതേപോലെ അതിൽ ബോത്ത് ട്രാൻസ്ഫറും ട്രാൻസ്ഫറിങ് സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് ഇൻസ്ട്രുമെന്റ്. ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്ന, നമ്മൾ സാധാരണ എല്ലാ കോൺട്രാക്ടിനും ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യാറില്ലേ, അതേപോലെ ഈ ട്രാൻസ്ഫറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെന്റ് സ്റ്റാമ്പ് പേപ്പർ, കറക്റ്റ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ആ പേപ്പറിന് പറയുന്ന പേരാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ട്രാൻസ്ഫർ എന്നുള്ളത്. ഇത് ഇവര് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ട് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ കമ്പനിക്ക് ഡെലിവറി ചെയ്യണം. എന്നിട്ട് കമ്പനി ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നോക്കിയ ശേഷം കമ്പനിക്ക് അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ട്രാൻസ്ഫറിനെ കൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് കമ്പനിക്ക് തോന്നിക്കഴിഞ്ഞാൽ കമ്പനി അത് അപ്രൂവ് ചെയ്യുള്ളൂ. ദെൻ നമ്മളിങ്ങനെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെ ആവണം. അത് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളതാവണം. അതേപോലെ ട്രാൻസ്ഫറും മസ്റ്റ് ആയിട്ട് അതിൽ ട്രാൻസ്ഫറൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ട്രാൻസ്ഫറുടെ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, കറക്റ്റ് ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ആവരുത്. അത് ട്രാൻസ്ഫർ തന്നെ സൈൻ ചെയ്തതാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ട്രാൻസ്ഫർ കമ്പനിന്റെ മെമ്പറായി മാറണമെങ്കിൽ കമ്പനി ഇത് രജിസ്റ്റർ ചെയ്താൽ മാത്രം, കമ്പനിന്റെ രജിസ്ട്രാർ ഓഫ് ഓഫീസ് കമ്പനീസിനൊക്കെ അയച്ചു കൊടുത്ത് കമ്പനി ഇത് ഓക്കെ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഈ ട്രാൻസ്ഫർ എന്നുള്ള ആള്, അതായത് വാങ്ങുന്ന ആള്, ഷെയർ വാങ്ങുന്ന ആൾ ഇതിന്റെ ഓണറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ട്രാൻസ്ഫറിൽ വരുന്നത്. പിന്നെ ട്രാൻസ്ഫർ ബൈ ലീഗൽ റെപ്രസെന്റേറ്റീവ്, ഇത് അധികവും ഷെയർ ട്രാൻസ്മിഷന്റെ കേസിലാണ് വരിക. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഡെത്ത് കാരണം അല്ലെങ്കിൽ ഇൻസോൾവൻസി കാരണം പുതിയ ഹോൾഡർ വരുന്നതിനെയാണ് ഷെയർ ട്രാൻസ്മിഷൻ എന്ന് പറയാം. ഈ കേസിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ആണ് നമ്മൾ പുതിയ ഹോൾഡറായിട്ട് കണക്കാക്കുക. അതിൽ ഇപ്പൊ കറക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഇയാൾ തമ്മിലുള്ള ട്രാൻസാക്ഷനും കോൺട്രാക്റ്റും ഒന്നും ഇല്ലെങ്കിലും അത് വാലിഡ് ആണ്. അതേപോലെ അപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ, അത് ഇതിന്റെ ഒരു പ്രൊവിഷനിൽ വരുന്നതാണ്. സാധാരണ ട്രാൻസ്ഫറിന്റെ കേസിൽ ഇവർ പ്രോപ്പറായിട്ട് ഫോമിൽ തന്നെ കമ്പനിക്ക് അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെന്റിന്റെ കൂടെ വെക്കാനുള്ള അപ്ലിക്കേഷൻ. ദെൻ ട്രാൻസ്ഫർ ഓഫ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ്. പാർട്ട്ലി പെയ്ഡ് ഷെയർസിന്റെ കേസിൽ ഇവർ ഇങ്ങനെ ഒരു അപ്ലിക്കേഷനും അതേപോലെ ഇൻസ്ട്രുമെന്റും കമ്പനിക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഇവർക്ക് തിരിച്ചൊരു നോട്ടീസ് കൊടുക്കും, ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിലുള്ള നോട്ടീസ്. അതില് ട്രാൻസ്ഫറിയും ട്രാൻസ്ഫററും അവർക്ക് രണ്ടുപേർക്കും ഇതിൽ ഒരു ഒബ്ജക്ഷനും ഇല്ല എന്നുള്ളത് 2 വീക്സിനുള്ളിൽ കമ്പനിനെ അറിയിക്കണം. അതായത് ട്രാൻസ്ഫർക്ക് യാതൊരു ഒബ്ജക്ഷനും ഇതിലില്ല. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിന്റെ കേസിൽ ഇനി വരാനുള്ള എമൗണ്ട് പേ ചെയ്യേണ്ട ആള് ട്രാൻസ്ഫറിയാണ്. അതുകൊണ്ട് അയാൾക്ക് അത് അറിയാം എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് കമ്പനി നോട്ടീസ് ഇയാൾക്ക് കൊടുക്കുന്നത്. ട്രാൻസ്ഫറി അയാൾക്ക് ഇത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആയതുകൊണ്ട് ഒരു ഒബ്ജക്ഷനും ഇല്ല എന്നുള്ളത് 14 ഡേയ്സിനുള്ളിൽ 14 ആണ് കമ്പനിനെ ഇൻഫോം ചെയ്തിരിക്കണം. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫർ, ഇത്രയും കാര്യങ്ങളിൽ കമ്പനി സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ കമ്പനി ട്രാൻസ്ഫർ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതിനെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓർ ട്രാൻസ്മിഷൻ എന്ന് പറയാം. അത് ഇൻസ്ട്രുമെന്റ് ഫയൽ ചെയ്തിട്ട് വിത്തിൻ 1 മന്തിനുള്ളിലാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേറൊരു ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്യൂസൽ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ആൻഡ് അപ്പീൽ എഗെയിൻസ്റ്റ് റിഫ്യൂസൽ എന്നുള്ളതാണ്. അതായത് എല്ലാ കേസിലും കമ്പനി ഈ ട്രാൻസ്ഫർ അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. എസ്പെഷ്യലി പ്രൈവറ്റ് കമ്പനിന്റെ കേസിൽ. പബ്ലിക് കമ്പനിക്ക് അത് ജെന്യൂൻ ആണെങ്കിൽ, കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പബ്ലിക് കമ്പനി അത് മസ്റ്റ് ആയിട്ടും അംഗീകരിക്കണം. കാരണം ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് പബ്ലിക് കമ്പനിന്റെ ഷെയർസ്. യാതൊരു പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും കമ്പനി അത് അംഗീകരിക്കുക എന്നുള്ളത് കമ്പൾസറി ആണ്. അതേസമയത്ത് പ്രൈവറ്റ് കമ്പനിന്റെ കേസിൽ അവർക്ക് വേണമെങ്കിൽ അത് റിജക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കമ്പനിന്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും കാര്യത്തിൽ ഇത് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ ആർട്ടിക്കിൾസ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അത് അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് കമ്പനിന്റെ പവറാണ്. അവർ ആർട്ടിക്കിളിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് കമ്പനിക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അത് അവർ 30 ഡേയ്സിനുള്ളിൽ ഇൻസ്ട്രുമെന്റ് കിട്ടിയിട്ട് 30 ഡേയ്സിനുള്ളിൽ അവരെ അറിയിക്കണം കമ്പനി ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ എന്നുള്ള കാര്യങ്ങൾ. ഇങ്ങനെ റിഫ്യൂസൽ കിട്ടിയിട്ട് അല്ലെ റിജക്ട് ചെയ്തുകൊണ്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫർക്ക് ആർക്കാണോ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് അയാൾക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അപ്പീലോ കാര്യങ്ങളോ കൊടുക്കാം. അത് ശരിക്കും പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ വല്ലാതെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാതെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. കാരണം പ്രൈവറ്റ് കമ്പനിക്ക് അവരെ കാര്യം കൂടുതലായിട്ട് ഡിസൈഡ് ചെയ്യാനുള്ളൊരു റൈറ്റ് ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ അല്ല. പ്രൈവറ്റ് കമ്പനിക്ക് വേണമെങ്കിൽ അത് റെസ്ട്രിക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. എന്നാലും അവരത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ ആ കറക്റ്റ് ഇൻഫർമേഷൻ ഈ പേഴ്സൺസിനെ അറിയിക്കണം. അതേപോലെ അതിനുള്ള റീസൺസും കൂടെ അതിൽ പറയണം. ഇനിയിപ്പോ ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ അതത് കറക്റ്റ് ആയിട്ട് അവരെ ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ് ഇൻഫോം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കമ്പനിക്ക് ഉണ്ട്. ഇനി പബ്ലിക് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഇവർ കറക്റ്റ് റീസൺ ഒന്നും ഇല്ലാതെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോടതിയിലേക്ക് ട്രൈബ്യൂണലിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 30 ഡേയ്സിനുള്ളിൽ ഇവരെ അറിയിക്കുകയാണ് ഞങ്ങളത് റിജക്ട് ചെയ്യാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് കേസ് ഫയൽ ചെയ്യാം. ഇനി ഇവർ 30 ദിവസമായിട്ട് നമ്മൾ അറിയിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് കമ്പനിക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് 90 ഡേയ്സിനുള്ളിൽ നമുക്ക് കോടതിയിൽ കേസ് അല്ലെങ്കിൽ അപ്പീലിന് പോകാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഈ പോയിട്ടുള്ള ആള് ഈ ഷെയർ ഹോൾഡർ ഭാഗത്താണ് ജസ്റ്റിസ് വരുന്നതെങ്കിൽ അയാൾ പറയുന്നതാണ് കറക്റ്റ് എന്ന് ട്രൈബ്യൂണലിന് ബോധ്യപ്പെടുകയാണെങ്കിൽ ട്രൈബ്യൂണൽ ഒന്നെങ്കിൽ കമ്പനിയോട് പറയും 10 ദിവസത്തിനുള്ളിൽ ഇയാളെ ഷെയർ ട്രാൻസ്ഫർ അപ്രൂവ് ചെയ്ത് കൊടുക്കാനും അതേപോലെ പുതിയ ആളെ പേരിലേക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്റ്റാർട്ട് ചെയ്യാനുമായിട്ട് കമ്പനി പറയും. അല്ലെങ്കിൽ ഡയറക്റ്റ് രജിസ്ട്രാറോട് കമ്പനി പറയും, രജിസ്ട്രാർ ഓഫ് കമ്പനീസിനോട് പറയും ഇയാളെ ഷെയർ ട്രാൻസ്ഫർ എത്രയും പെട്ടെന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. പിന്നെ കമ്പനി മസ്റ്റ് ആയിട്ടും ഇയാൾക്ക് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനും കൊടുക്കുക എന്ന് ട്രൈബ്യൂണൽ ആവശ്യപ്പെടും. ഇനി കറക്റ്റ് കാരണമില്ലാത്ത ഏതെങ്കിലും വെറുതെ തട്ടുമുട്ട് ന്യായമൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഷെയർ ട്രാൻസ്ഫർ പബ്ലിക് കമ്പനിയുടെ കേസിൽ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഴ്സണിനെ ആരാണോ കമ്പനിന്റെ അതിന് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്ന പേഴ്സൺ അയാളെ മിനിമം 1 ഇയർ മുതൽ 3 ഇയേഴ്സ് വരെ ജയിലിൽ അടയ്ക്കാനും അതേപോലെ മിനിമം 1 lakh മുതൽ മാക്സിമം 5 lakh വരെ വരുന്ന ഫൈന് ചാർജ് ചെയ്യാനും വേണ്ടി പറ്റും. അത്രക്കും എന്താണ് പറയാ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് അത്. കറക്റ്റ് റീസൺ ഇല്ലാതെ പബ്ലിക് കമ്പനിയുടെ കേസിൽ ഷെയർ ട്രാൻസ്ഫറിനുള്ള അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാൻ കമ്പനിക്ക് പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ എത്രത്തോളം പ്രോബ്ലം അല്ല. കാരണം പ്രൈവറ്റ് കമ്പനിക്ക് അവർ ആർട്ടിക്കിൾസിനനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ അടുത്തത് ഫോർഗഡ് ട്രാൻസ്ഫർ. ഫോർഗഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡോക്യുമെന്റ് ആണ്. അതായത് ട്രാൻസ്ഫറുടെ സിഗ്നേച്ചർ ഇല്ലാതെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റിനെ പറയുന്ന പേരാണ് ഫോർഗഡ് ട്രാൻസ്ഫർ. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ട്രാൻസ്ഫറും ട്രാൻസ്ഫറിയും രണ്ടാളും സൈൻ ചെയ്തിരിക്കണം. അത് കമ്പൾസറി ആണ്. ഇനി ട്രാൻസ്ഫറർ സൈൻ ചെയ്യാതിരുന്നാൽ അത് വാലിഡ് അല്ല, അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുള്ളത് അയാൾക്ക് ആ ഷെയറിൽ യാതൊരു അവകാശവും ഇല്ലാതായി പോവും. അയാൾക്ക് ഡിവിഡൻഡ് ഒന്നും ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആരാണോ ആദ്യത്തെ ഹോൾഡർ ആയിട്ടുണ്ടായിരുന്ന ട്രാൻസ്ഫറർ അയാൾക്ക് തന്നെയാണ് പിന്നെ ഡിവിഡൻഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇയാൾ എമൗണ്ട് പേ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് ഫോർഗഡ് ട്രാൻസ്ഫറർ ആണ്. ട്രാൻസ്ഫറുടെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രം ആരാണോ ഒറിജിനൽ ഹോൾഡർ അയാൾ, അതായത് നമ്മൾ സാധനം വിൽക്കുമ്പോൾ സെല്ലർ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അത് വാലിഡ് ആവുള്ളൂ. അതേപോലെ ട്രാൻസ്ഫർ സൈൻ ചെയ്താൽ മാത്രമേ ഈ ഷെയർ ട്രാൻസ്ഫർ വാലിഡ് ആവുള്ളൂ. ഇതൊരു ലീഗൽ ടൈറ്റിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഇയാളെ സിഗ്നേച്ചർ ഇല്ലെങ്കിൽ. അതേപോലെ ഒരു കമ്പനി സിഗ്നേച്ചർ ഇല്ലാതെ ഈ ഇൻസ്ട്രുമെന്റ് ആക്സെപ്റ്റ് ചെയ്തും പോയി അവരെ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ട്രാൻസ്ഫറിക്ക് ഇന്നസെന്റ് ബയർ ആണെങ്കിൽ അയാൾ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്, കമ്പനിനെ ഫ്രോഡായിട്ട് ചെയ്യണമെന്നൊന്നും ഇയാൾക്ക് യാതൊരു വിചാരവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നസെന്റ് ബയർ ആണെങ്കിൽ അയാൾക്ക് എന്ത് ലോസ് വന്നിട്ടുണ്ടെങ്കിലും അത് കമ്പനി കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും.
അതേപോലെ കമ്പനിക്ക് ഇത് കാരണം എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്ത ആള് സൈൻ ചെയ്യാതെ ആരാണോ അതിന് കാരണമായിട്ടുള്ള ആള് അയാള് അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോർഗുഡ് ട്രാൻസ്ഫറിന്റെ കേസിൽ വരുന്നത്. ഒന്നുമില്ല, ട്രാൻസ്ഫർ സിഗ്നേച്ചർ ഇല്ലാതെ നടത്തുന്ന ഇൻസ്ട്രുമെന്റിനെ, അത് നമ്മൾ നടത്തുന്ന കോൺട്രാക്റ്റ് ആണ്, അയാൾ സൈൻ ചെയ്യാതെയാണ് ട്രാൻസ്ഫർ നടന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫോർഗുഡ് ട്രാൻസ്ഫർ. ഈ കേസില് ഈ ഫോർഗുഡ് ട്രാൻസ്ഫർ കാരണം കമ്പനിക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസർ കാരണം കമ്പനിക്ക് ഫോർഗുഡ് ട്രാൻസ്ഫർ കൊണ്ട് ലോസ് വന്നാൽ കമ്പനിക്ക് അത് കോമ്പൻസേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെയുള്ള സിഗ്നേച്ചർ ഇല്ലാത്ത ഡോക്യുമെന്റ് കമ്പനി ആക്സെപ്റ്റ് ചെയ്ത് അവർ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫറിക്ക് ആർക്കാണോ ഷെയർ വാങ്ങിയിട്ടുള്ള ആള് അയാൾക്ക് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനി കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ വാലിഡ് അല്ല, അതിന് ലീഗൽ അപ്രൂവലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആരാണോ പഴയ ഓണറായിട്ടുള്ളത് അയാൾ തന്നെ ഓണറായിട്ട് കണ്ടിന്യൂ ചെയ്യും. പുതിയ ആൾക്ക് അയാൾ പൈസ കൊടുത്ത് വാങ്ങിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് അത് കിട്ടിയതായിട്ട് കണക്കാക്കില്ല ലീഗൽ പോയിന്റ് ഓഫ് വ്യൂല്. ഇനി അടുത്തത് ബ്ലാങ്ക് ട്രാൻസ്ഫർ. ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ വെയർബൈ ദ ട്രാൻസ്ഫറർ ഹാൻഡ് ഓവർ ടു ദ ബയർ ദ ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ്. അതായത് ട്രാൻസ്ഫറിന്റെ ഡോക്യുമെന്റില് ട്രാൻസ്ഫറിന്റെ പേര് മെൻഷൻ ചെയ്യാത്ത നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ട്രാൻസ്ഫർ ട്രാൻസ്ഫറിയാണ്, ഫെറർ അല്ല. ട്രാൻസ്ഫറിന്റെ പേരും അതേപോലെ അയാളുടെ സിഗ്നേച്ചറും മാത്രമല്ല, ട്രാൻസ്ഫറിന്റെ പേര് മെൻഷൻ ചെയ്യാത്ത ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ. ആർക്കാണോ ഇത് കിട്ടിയിട്ടുള്ളത് അയാളുടെ പേര് ഇതിൽ പറയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറും. അയാൾക്ക് ഇത് ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേ പോവാം. അങ്ങനെ കുറെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് ഇത് റീറ്റേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണോ അയാളെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ മാത്രം അയാളെ പേര് ഇതിൽ മെൻഷൻ ചെയ്യും. അങ്ങനെയുള്ള ട്രാൻസ്ഫറിനെയാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയാ. ഒന്നുമില്ല, വാങ്ങുന്ന ആളെ പേരും സിഗ്നേച്ചറും ഇല്ലാത്ത ഡോക്യുമെന്റിനെയാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയാം. അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓർ ടൈറ്റിൽ ഇൻ ഷെയർസ് ഫ്രം വൺ person to another by the operation of law on the happening of certain events such as death, insolvency, lunacy of a shareholder. ഒരു ഷെയർ ഹോൾഡർ ഇൻസോൾവെന്റ് ആവുക, പാപ്പറായി പോവുക, അതേപോലെ അയാൾക്ക് ഭ്രാന്ത് പിടിക്കുക, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോവുക, ഇങ്ങനെയുള്ള കേസിൽ ഓപ്പറേഷൻ ഓഫ് ലോ കാരണം നടക്കുന്ന ട്രാൻസ്ഫറിനെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ എന്ന് പറയാം. ഇതിൽ ഓട്ടോമാറ്റിക്കലി അത് ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ പേരിലേക്ക് മാറും ഓണർഷിപ്പ്. പ്രത്യേകിച്ച് ഇയാൾ അതിനായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലീഗൽ റെപ്രസെന്റേറ്റീവ് ആണ് പിന്നീട് ഇതിന്റെ ഹോൾഡറായിട്ട് വരുന്നത്. ഇതിൽ വരുന്ന ഡിഫറെന്റ് സിറ്റുവേഷൻസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് ഡെത്ത് ഓഫ് എ ജോയിന്റ് ഹോൾഡർ ഓഫ് ഷെയർസ്. രണ്ടാള് ചേർന്ന് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറെ ആൾക്കാർ ചേർന്ന് ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയറിന്റെ കേസിൽ ഒരു ഹോൾഡർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സർവൈവ് ചെയ്യുന്ന ഹോൾഡേഴ്സിന്റെ പേരിലേക്ക് ഈ ഷെയർ മാറും. അയാളത് ജസ്റ്റ് മരിച്ചാള് മരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതിന്റെ പ്രൂഫ് കമ്പനിനെ അറിയിച്ചാൽ മാത്രം മതി. പിന്നീട് അത് ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ പേരിലേക്കായിട്ട് മാറും. ഇനി സോൾ ഹോൾഡർ, ഒരൊറ്റ ആള് സിംഗിൾ പേഴ്സൺ ആണ് ഒരു ഷെയർ ഹോൾഡ് ചെയ്തിരുന്നതെങ്കിൽ അയാൾ മരണത്തിന് ശേഷം അത് അയാൾ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ പേരിലേക്കാണ് മാറുക. ആരാണ് അയാൾ നോമിനി ചെയ്തിട്ടുണ്ടായിരുന്നത് അയാളുടെ പേരിലേക്ക് മാറും. നോമിനി ചെയ്തിട്ടില്ലെങ്കിൽ ലീഗൽ ഹയേഴ്സ് ആരാണോ അവർക്കാണ് കിട്ടുക. പിന്നെ ഒഫീഷ്യൽ അസൈനി, ഒരാൾ പാപ്പരാവുന്ന കേസിൽ ഇൻസോൾവെന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ ആ കേസിൽ കോർട്ട് അസൈൻ ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ അസൈനിയാണ് ഇയാള് പിന്നീട് വരുന്ന ഇയാളെ ഹോൾഡറായിട്ട് അല്ലെങ്കിൽ ഇയാളെ നോമിനി ആയിട്ട് വരുന്നത്. ഇനി അൺസൗണ്ട് മൈൻഡ്, ഒരാൾക്ക് മെന്റലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരിക, ഭ്രാന്ത് വരിക, അങ്ങനെ മാനസിക നില തെറ്റ്, അങ്ങനെയുള്ള കേസിലൊക്കെ ആരാണോ അയാളെ ഗാർഡിയനായിട്ട് കോർട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അയാളാണ് പിന്നീട് ഇയാളെ ഷെയറിന്റെ ഹോൾഡറായിട്ട് വരുന്നത്. ഇനി വൺ പേഴ്സൺ കമ്പനി, നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞാല് ഒരു പേഴ്സൺ, ഒരു മെമ്പർ മാത്രമുള്ള കമ്പനിയാണ്. അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്കൊരു നോമിനി ഉണ്ടാവും, അയാളാണ് പിന്നീട് കമ്പനിന്റെ മെമ്പറായിട്ട് വരിക. ഇനി ആ നോമിനി മെമ്പറായിട്ട് വരണമെങ്കിൽ കമ്പനി
ഇയാൾ മരണപ്പെട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇയാൾ അത് ഇൻഫോം ചെയ്യണം, നിങ്ങളാണ് ഇനി മുതൽ കമ്പനിയുടെ മെമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി അതിനുശേഷം ഈ നോമിനിക്കാണ് കമ്പനിയുടെ ഇയാളുടെ പേരിലുള്ള ഈ എല്ലാ ഷെയർ ഇയാളുടെ പേരിലേക്കായി മാറും. ഡിവിഡൻഡും കാര്യങ്ങളും അതേപോലെ ഇയാൾക്കുള്ള എല്ലാ റൈറ്റ്സും ലയബിലിറ്റീസും ഒക്കെ പിന്നീട് ഈ നോമിനിക്കാണ് വരിക. ഇനി ഈ നോമിനി മെമ്പറായി മാറി കഴിയുമ്പോൾ ഇയാൾ പിന്നീട് വേറൊരാളെ നോമിനായിട്ട് വെക്കണം. അതായത് 1 പേഴ്സൺ കമ്പനിയിൽ ഒരു നോമിനി കമ്പൾസറി ആണ്. മറ്റയാൾ ഫസ്റ്റ് മെമ്പർ മരണപ്പെട്ടതോടുകൂടി നോമിനി മെമ്പറായിട്ട് മാറി. ഇനി ഈ മെമ്പറായിട്ട് മാറിയിട്ടുള്ള നോമിനി പുതിയൊരു നോമിനിനെ അപ്പോയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു നോമിനിനെ വെക്കണം. അത് ഇയാളെ ഈ നോമിനേറ്റ് വെക്കുന്ന ആളെ കൺസെന്റോട് കൂടിയിട്ടാണ് ഒരാളെ നോമിനേറ്റ് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത്രയാണ് 1 പേഴ്സൺ കമ്പനിയുടെ കേസിൽ വരുന്നത്. ഇനി ഷെയർ ട്രാൻസ്ഫറും ഷെയർ ട്രാൻസ്മിഷനും തമ്മിലുള്ള ഡിഫറൻസ് പറയാതെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് ഷെയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ ബൈ ദ ആക്ട് ഓഫ് പാർട്ടി, രണ്ടാൾക്കാർ ചെയ്യുന്ന ട്രാൻസാക്ഷനിലൂടെ വരുന്നതാണ്. അതേസമയത്ത് ഷെയർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. ഒരു പ്രത്യേക ഇവന്റ്, ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി പോലുള്ള ഇവന്റ് ഒക്കർ ചെയ്തത് കൊണ്ട് വരുന്നതാണ് ഷെയർ ട്രാൻസ്മിഷൻ. ദെൻ ഷെയർ ട്രാൻസ്ഫറിന്റെ കേസിൽ ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കമ്പനി അപ്രൂവ് ചെയ്ത് കിട്ടാനുള്ള കുറെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേ സമയത്ത് ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ, ലീഗൽ റെപ്രസെന്റേറ്റീവ് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മതി ഷെയർ ട്രാൻസ്മിഷന്റെ കേസിൽ. ദെൻ ഷെയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഒരാൾക്ക് അവരെ കോൺട്രാക്ട്, അവരെ എഗ്രിമെന്റ് വെച്ചിട്ട് ഏത് ടൈം പീരീഡിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേസമയത്ത് ഷെയർ ട്രാൻസ്മിഷൻ ഒരു പ്രത്യേക ഇൻസിഡന്റ് സംഭവിച്ചത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് ഷെയർ ട്രാൻസ്മിഷൻ. ഒന്നെങ്കിൽ ഡെത്ത്, അല്ലെങ്കിൽ ഇൻസാനിറ്റി, അതും അല്ലെങ്കിൽ ഇൻസോൾവൻസി. ദെൻ ഷെയർ ട്രാൻസ്ഫറിന്റെ കേസിൽ ഒരു വാലിഡ് കൺസിഡറേഷൻ ഉണ്ടാവും. വാലിഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാല് പേയ്മെന്റ്. ട്രാൻസ്ഫറർക്ക് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഏത് സാധനം വിൽക്കുമ്പോഴും കുറച്ചൊരു എമൗണ്ട് കൊടുത്തിട്ടാണ്, ഒരു എമൗണ്ട് കിട്ടിയിട്ടാണ് അയാളത് വിൽക്കുന്നത്. പർച്ചേസർ എന്തായാലും ഒരു എമൗണ്ട് സെല്ലർക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ ട്രാൻസ്ഫറിൽ മസ്റ്റ് ആയിട്ടും ഒരു എമൗണ്ട് ട്രാൻസ്ഫറർക്ക് പേ ചെയ്തിട്ടുണ്ടാവും. അതേസമയത്ത് ട്രാൻസ്മിഷന്റെ കേസിൽ നോ കൺസിഡറേഷൻ, നോ പേയ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നീട് എന്താന്ന് വെച്ചാല് കമ്പനിന്റെ ആർട്ടിക്കിൾസിൽ ഈ ട്രാൻസ്ഫറിനെ പറ്റിയിട്ടും ട്രാൻസ്മിഷനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂൾസും റെഗുലേഷൻസും കൂടെ ഇതിന് അപ്ലിക്കബിൾ ആയിട്ട് വരും. പിന്നീട് വരുന്ന ഒരു ഏരിയയാണ് ലീൻ ഓൺ ഷെയർസ്. ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്? കമ്പനിക്കുള്ള ഒരു റൈറ്റ് ആണ്. ലീൻ ഓൺ ഷെയർ ഇസ് ദ റൈറ്റ് ഓഫ് എ കമ്പനി ടു റീറ്റെയിൻ ദി ഷെയർസ് ആൻഡ് ഈവൻ ദി ഡിവിഡൻഡ് പേയബിൾ. പേ ചെയ്യാനുള്ള ഡിവിഡൻഡും അതേപോലെ കമ്പനിയുടെ ഷെയർസും പിടിച്ചു വെക്കാനുള്ള, തടഞ്ഞു വെക്കാനുള്ള റൈറ്റിനെയാണ് ലീൻ ഓൺ ഷെയർസ് എന്ന് പറയാം. ഷെയർ ഹോൾഡർ ഏതെങ്കിലും ഒരു എമൗണ്ട് കമ്പനിക്ക് പേ ചെയ്യാനുണ്ടാവുക. അത് കോൾ എമൗണ്ട് ആവാം, അല്ലെങ്കിൽ ഇനി അതർ ഡെപ്റ്റ് ആവാം. ട്രേഡ് ഡെപ്റ്റ് ഇതിൽ കൂട്ടൂല. ട്രേഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാല് കമ്പനിന്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക, അതിലൂടെ വരുന്ന ഡെപ്റ്റ്. അതല്ലാത്ത കമ്പനിയായിട്ട് കോഴ്സിൻ ഏരിയറൊക്കെ പോലുള്ള എന്തെങ്കിലും ബാധ്യത ഷെയർ ഹോൾഡർക്ക് ഉണ്ടെങ്കിൽ അത് കിട്ടുന്നത് വരെ കമ്പനിക്ക് ഇയാളെ ഷെയറും ഡിവിഡൻഡും ഒക്കെ പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെയാണ് ലീൻ ഓൺ ഷെയർസ് എന്ന് പറയാം. ആക്ട് പ്രത്യേകമായിട്ട് എങ്ങനെയൊക്കെ അത് ലീൻ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ആർട്ടിക്കിൾസിലാണ് ഇതിനെ പറ്റിയുള്ള കൂടുതൽ കൺഫർമേഷൻസ് ഒക്കെ കമ്പനി ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇത് വ്യക്തമായിട്ട് കമ്പനിക്ക് അത് ട്രാൻസ്ഫർ ഒന്നും ചെയ്യാതെ പിടിച്ചു വെക്കണമെങ്കിൽ അത് ആർട്ടിക്കിൾസിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഷെയറിന്റെ കേസിൽ മാത്രമല്ല, ഇനി പേ ചെയ്യാനുള്ള ഫ്യൂച്ചറിലും പ്രസന്റിലും ഒക്കെ പേ ചെയ്യാനുള്ള ഡിവിഡൻഡിന്റെ കേസിൽ പോലും ഇത് അപ്ലിക്കബിൾ ആണ്. ആ പേ ചെയ്യാനുള്ള ആൾക്ക്, ഷെയർ ഹോൾഡർക്ക് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാതിരിക്കാം, അയാളുടെ ഡിവിഡൻഡ് മാത്രം ഇവിടെ തടഞ്ഞു വെക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ചിലപ്പോൾ അയാൾ ആ എമൗണ്ട് പേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് കമ്പനിക്ക് ഇത് ഈ ലീൻ എന്നുള്ളത് എക്സസൈസ് ചെയ്യാം. ഇതിൽ മെയിൻ ആയിട്ട് കമ്പനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് തടഞ്ഞു വെക്കുകയാണ് ചെയ്യുക. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് അത് ഒരുപാട് പ്രോബ്ലം ആയിരിക്കും. വേറൊരാൾക്ക് അത് കൈമാറാനൊന്നും പറ്റില്ല, അത് എൻക്യാഷ് ചെയ്യാനൊന്നും പറ്റാതെ വരും. ഇനി അങ്ങനെ ചെയ്തിട്ടും ഇയാൾക്ക് യാതൊരു പ്രോബ്ലവും ഇല്ലെങ്കിൽ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ദ ലീൻ ബൈ സെയിൽ ഓഫ് ഷെയർസ്. എൻഫോഴ്സ് ദ ലീൻ ബൈ സെയിൽ ഓഫ് ഷെയർസ്. അവർക്ക് കിട്ടാനുള്ള എമൗണ്ട് ഈ ഷെയർ സെയിൽ ചെയ്തിട്ട് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് സെയിൽ ചെയ്യാൻ കമ്പനി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡറെ വിവരം ഇൻഫോം ചെയ്യണം. മിനിമം ഒരു 14 ഡേയ്സിന്റെ ടൈമെങ്കിലും അയാൾക്ക്
അനുവദിച്ചു കൊടുക്കണം. 14 ഡേയ്സിന്റെ നോട്ടീസ് എങ്കിലും അയാൾക്ക് കൊടുക്കണം. എന്നിട്ട് അത് സ്പെസിഫൈഡ് ഡേറ്റിന് മുമ്പായിട്ട് അയാൾ എമൗണ്ട് പേ ചെയ്തില്ലെങ്കിൽ ഇയാളിത് സെയിൽ ചെയ്യും. കമ്പനി ഇത് സെയിൽ ചെയ്യുന്നുള്ളത് അയാളെ അറിയിക്കണം. എന്നിട്ടും അയാൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അയാൾ അത് ഡിഫെൻഡ് ചെയ്യുന്നില്ല, അതേപോലെ എമൗണ്ട് തിരിച്ച് പേ ചെയ്യുന്നില്ലെങ്കിൽ കമ്പനിക്ക് അത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ചില കേസിൽ ഈ ലീൻ എന്നുള്ളത്, അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡറുടെ ഷെയർ കമ്പനിക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അതെങ്ങനെയാന്ന് വെച്ചാല്, ഓൾറെഡി ഈ ഷെയർ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ഷെയർ ഹോൾഡർ വേറെ എവിടെയെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കമ്പനിക്ക് അത് അവിടെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ബാങ്കിന് വേണമെങ്കിൽ അത് ആ ഷെയർ കൊണ്ടുപോകാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ഷെയർ ഹോൾഡർ പ്ലഡ്ജ്ഡ് ഹിസ് ഷെയർ ടു എ തേർഡ് പാർട്ടി ആസ് എ സെക്യൂരിറ്റി ഫോർ എ ലോൺ. ആ കേസിൽ കമ്പനിക്ക് ഈ ഷെയർ പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഇല്ല. കമ്പനി പിടിച്ചു വെക്കുന്നതിന് മുമ്പ് വേറൊരു തേർഡ് പാർട്ടിക്ക് ഇതിൽ ലോണായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ കമ്പനി ഈ ഷെയറിന്റെ ട്രാൻസ്ഫർ മുമ്പ് അപ്രൂവ് ചെയ്ത് പോയിട്ടുണ്ട്, ഇപ്പൊ ഇയാളെ പേരിലല്ല, അത് ട്രാൻസ്ഫർ ചെയ്ത് വേറൊരാളെ പേരിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ആ കേസിലും കമ്പനിക്ക് എന്താണ്, അപ്പൊ അത് വേറൊരാളെ അസറ്റ് ആയിട്ട് മാറി, അപ്പൊ പിന്നെ ഷുവർ ആണ് എന്താണ്, കമ്പനിക്ക് അത് പിന്നെ തടഞ്ഞു വെക്കാൻ വേണ്ടി പറ്റില്ല. ഈ രണ്ട് സിറ്റുവേഷനിലും ഷെയർ തടഞ്ഞു വെക്കാൻ അല്ലെങ്കിൽ ലീന് എക്സസൈസ് ചെയ്യാനുള്ള റൈറ്റ് കമ്പനിക്ക് ഇല്ല. ബാക്കിയുള്ള കേസിലൊക്കെ കമ്പനിക്ക് വേണമെങ്കിൽ അവർ ആർട്ടിക്കിൾസിൽ അലൗഡ് ആണെങ്കിൽ ലീൻ എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ലീൻ എന്നുള്ള റൈറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് പണിഷ്മെന്റ് ഫോർ പേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഒരാൾ ഒറിജിനൽ ഓണർ അല്ല, അയാൾ പറയാണ് അയാൾ ഓണർ ആണെന്ന് പറഞ്ഞ് കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സണിനോ എന്തെങ്കിലും ഡിവിഡൻഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉള്ള പണിഷ്മെന്റിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പനിക്ക് ഒറിജിനൽ ഓണർ ആരാന്നുള്ളത് അറിയാതിരിക്കുക. ഇപ്പോഴത്തെ കേസിൽ ഇതൊന്നും റെലവെന്റ് അല്ല, കാരണം ഇപ്പൊ ഒക്കെ ഡിജിറ്റൽ ആയതുകൊണ്ട് ഒക്കെ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിരിക്കും. അതേസമയത്ത് മുമ്പത്തെ കാര്യങ്ങളിലൊക്കെ കമ്പനിക്ക് അറിയണ്ടാവില്ല, ചിലപ്പം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ആരുടെ കയ്യിലാണ് ഷെയർ എന്നുള്ളത്. ആ കേസില് എന്താണ്, തെറ്റായിട്ടുള്ള ഒരാൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഷെയറിന് ഡിവിഡൻഡോ ഇൻട്രസ്റ്റോ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ കോർട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ അയാൾ പണിഷബിൾ ആണ്. മിനിമം 1 ഇയർ മുതൽ 3 ഇയേഴ്സ് വരെ ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ ജയിലിലടക്കുക. അതേപോലെ മിനിമം 1 lakh rupees മുതൽ 5 lakh rupees വരെ ഫൈനും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുക. അതായത് മിനിമം 1 ഇയർ മുതൽ 3 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇംപ്രിസൺമെന്റും അതേപോലെ മിനിമം 1 lakh മുതൽ 5 lakh വരെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഫൈനായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുക. ഇനി അടുത്തൊരു ഏരിയ, റൈറ്റ് ടു നോമിനേറ്റ്. കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അവർക്കൊരു നോമിനിനെ പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അവരെ സെക്യൂരിറ്റീസിന് ഒരു നോമിനി, അവർക്ക് എന്തെങ്കിലും ഡെത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരാളെ നോമിനിയായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. അത് പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണെങ്കിൽ മാത്രമാണ് അലൗഡ് ആയിട്ട് മാറുള്ളൂ. ഇനി ആ കേസിൽ ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആ നോമിനിയാണ് ഓണറായിട്ട് വരിക. ഇനി ഒന്നിലേറെ ആൾക്കാര് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ആണെങ്കിൽ ആ ജോയിന്റ് ഹോൾഡേഴ്സിന് ഒന്നിച്ച് ഒരാളെ നോമിനിയായിട്ട് വെക്കാം. ഇവർക്ക് എല്ലാ ജോയിന്റ് ഹോൾഡേഴ്സിനും കൂടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ആള് പിന്നെ ഹോൾഡറായിട്ട് വരും. എല്ലാ ജോയിന്റ് ഹോൾഡേഴ്സിനും പറ്റിയാൽ മാത്രമാണ് ഈ നോമിനി പിന്നീട് ഹോൾഡറായിട്ട് വരുള്ളൂ. ഇത്രയാണ് നോമിനിയുടെ കേസിൽ വരുന്നത്. ഇനി മൈനറെയാണ് നോമിനിയായിട്ട് വെച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരാൾ മൈനർ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഹോൾഡർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇയാൾ എന്താണ് മൈനർ ഒരാൾ വെക്കുന്ന സമയത്ത് അതുകൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ ഈ മൈനർക്ക് ഷെയർ ഹോൾഡർ ആയിട്ട് വരേണ്ടി വരും. അത് ലീഗലി കുറെ പ്രോബ്ലംസിന് കാരണമാവും. മൈനർക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ തേർഡ് സെം പഠിച്ചിട്ടുണ്ടാവും. മൈനറായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ കോൺട്രാക്റ്റും സ്റ്റാർട്ടിങ്ങിൽ തന്നെ വോയിഡ് ആണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങനെ ഒരു കോൺട്രാക്ട് ഇല്ല എന്നുള്ള നിലക്കാണ് കണക്കാക്കുക. അങ്ങനെ വരുന്ന കോൺട്രാക്റ്റ് ആണ് വോയിഡ് അബിനീഷ്യോ എന്നും കൂടെ പറയും. അതുകൊണ്ട് മൈനർ ആയിട്ടുള്ള ഒരാളെയാണ് നോമിനിയായിട്ട് വെക്കുന്നതെങ്കിൽ ഇയാള് മൈനോറിറ്റിന്റെ സമയത്ത് ഇയാൾ മേജർ ആവുന്നത് വരെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഒരു പേഴ്സണിനെയും കൂടെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ബാക്കിയുള്ള കേസിലൊക്കെ ഒരാളെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തോന്നുകയാണ് ഈ നോമിനി ശരിയാവില്ല എന്ന് ഇയാൾക്ക് തോന്നുകയാണെങ്കിൽ വേറൊരാളെ നോമിനിയായിട്ട് വെച്ചിട്ട് ഓൾഡ് നോമിനിനെ നോമിനേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി
പറ്റും. ഇത് ക്യാൻസൽ ചെയ്തത് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് ഒരു നോട്ടീസ് കൊടുക്കണം പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ. കമ്പനി അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനി റിസീവ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ പഴയ നോമിനേഷൻ ക്യാൻസൽ ആയിട്ട് മാറി പുതിയ ആൾ ആരാണോ വെച്ചത് അയാൾ പുതിയ നോമിനി ആയിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് നോമിനേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു നോമിനിന്റെ കേസിൽ വരുന്നത്. ഷെയർ ട്രാൻസ്ഫർ, ഷെയർ ട്രാൻസ്മിഷൻ, ഷെയർ സർട്ടിഫിക്കറ്റ്, ഷെയർ വാറണ്ട്, ഇങ്ങനെ മെയിൻ ആയിട്ട് വരുന്ന 4 കാര്യങ്ങൾ. അതേപോലെ ലീൻ ഓൺ ഷെയർസ്. ഈ 5 കൺസെപ്റ്റും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരാള് കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണ് അല്ലെങ്കിൽ ഇത്ര ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ്. അതിൽ ഷെയർ ഹോൾഡർ ആരാണോ അത് ഹോൾഡ് ചെയ്യുന്നത്, ആ ഷെയർ സർട്ടിഫിക്കറ്റിന്റെ ഹോൾഡർ ആരാണ്, അയാൾ എത്ര ഷെയർസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്, എത്ര വാല്യൂ ഉള്ള ഷെയർസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ ഷെയർ ട്രാൻസ്ഫർ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഷെയർ വാറണ്ട്. അത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിന് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന കേസിൽ ഒറിജിനൽ ഓണറിൽ എത്തുന്നത് വരെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അത്. പിന്നെ ഷെയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർ വേറൊരാളിലേക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഡെത്തോ ഇൻസോൾവൻസിയോ ഇൻസാനിറ്റിയോ പോലുള്ള ഇവന്റ് കൊണ്ട് വരുന്ന ട്രാൻസ്ഫറിനെയാണ് ഷെയർ ട്രാൻസ്മിഷൻ എന്ന് പറയാം. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ലീൻ ഓൺ ഷെയർസ് ആയിരുന്നു. കമ്പനിക്ക് ഒരാളെ ഷെയറോ അതിന്റെ ഡിവിഡന്റ് ഇൻട്രസ്റ്റ് പോലുള്ള കാര്യങ്ങളോ തടഞ്ഞു വെക്കാനുള്ള, റിട്ടേൺ ചെയ്ത് വെക്കാനുള്ള, കമ്പനി തന്നെ ഇയാൾക്ക് അത് അനുവദിച്ചു കൊടുക്കാതെ റിട്ടേൺ ചെയ്ത് കൊടുക്കാനുള്ള റൈറ്റിനെയാണ് ലീൻ ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.